ശ്രീ മോൻസ് ജോസഫ്. സർ, കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുറവലങ്ങാട് കോഴ കേന്ദ്രമായി യാഥാർത്ഥ്യമാകുന്ന കേരള സയൻസ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണം. അതിന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തതെങ്കിലും ഇപ്പോൾ ഏതാണ്ട് 90% ഫണ്ടും സംസ്ഥാന ഗവൺമെൻറ്റാണ് മുടക്കുന്നത് എന്നുള്ളതുകൊണ്ട് 100 കോടി രൂപയുടെ പദ്ധതിയിൽ 60-70 കോടി രൂപയോളം സംസ്ഥാന ഗവൺമെൻറ് മുടക്കി കഴിഞ്ഞു. വളരെ നാമമാത്രമായ തുകയാണ് കേന്ദ്ര ഗവൺമെൻറ് മുടക്കിയിട്ടുള്ളത്. ഇനിയുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ പൂർത്തിയാക്കേണ്ട ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. 2012 കേരള ബഡ്ജറ്റിലാണ് സയൻസ് സിറ്റി പ്രഖ്യാപനം വരുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി മണ്ഡലത്തിലെ കുറവലങ്ങാട് കേന്ദ്രമായി കെ എം മാണി സാർ അടക്കം ഇതവിടെ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു. സർ, ഇപ്പോൾ ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു 10 വർഷക്കാലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് ഇഴഞ്ഞു നീങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാഡം അവിടെ സന്ദർശിച്ചപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും അതിനെ നോക്കിക്കണ്ടു. മന്ത്രി കാര്യമായ ഇടപെടൽ നടത്തി, അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതനുസരിച്ച് നമ്മുടെ വകുപ്പിൻ്റെ വിവിധ വിഭാഗങ്ങൾ അത് കോർഡിനേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തൃപ്തികരമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ സബ്മിഷൻ ഉന്നയിക്കാൻ കാരണമായിട്ടുള്ളത്. സാർ, ഇത് ഇത്രയും കോടി രൂപ മുടക്കിയ ശേഷം നിരവധിയായ കാര്യങ്ങൾ അവിടെ ഒരു അനാഥാവസ്ഥയിൽ നിൽക്കുന്ന സ്ഥിതിവിശേഷം മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കാടും പള്ളയും പിടിച്ച് നാശോന്മുഖമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ഇവിടെ സ്പേസ് തിയേറ്റർ കെട്ടിടത്തിലെ മൈക്രോ കോൺക്രീറ്റിംഗ് സ്തംഭനാവസ്ഥയിലാണ്. ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്ന് മന്ത്രിതല യോഗത്തിൽ തീരുമാനിച്ചെങ്കിലും അതിനാവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല. സാങ്കേതിക കമ്മിറ്റി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊന്നും നിർമ്മാണ രംഗത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ആന്തരിക റോഡുകളുടെ വികസനം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജലസംഭരണിയുടെ നിർമ്മാണം, വൈദ്യുതീകരണം, പ്രവേശന കവാടങ്ങളുടെ പൂർത്തീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്തംഭനാവസ്ഥയിലാണ്. സാർ, ഇപ്പോൾ അവിടെ സത്യത്തിൽ ഒരു കാര്യങ്ങളും നടക്കാത്ത അവസ്ഥയിൽ ഏതാനും ജീവനക്കാർ വന്നു പോകുന്ന അവസ്ഥയിലാണ്. സാർ, ഇത് ഏറ്റവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ നല്ല നിലയിൽ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായി ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ എന്ന നിലയിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതനുസരിച്ച് കാര്യങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് ഈ കാര്യങ്ങൾ പരിഹരിക്കാനും എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് 1ാം ഘട്ടം വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കാനുമുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം കൂടി വിളിക്കണം എന്നുള്ള ആവശ്യം കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി. സർ, കോട്ടയം ജില്ലയിലെ കുറവലങ്ങാട് 2014 സയൻസ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സയൻസ് സെൻറ്റർ, ത്രിമാന പ്ലാനറ്റോറിയവും ബഹിരാകാശ ശാസ്ത്ര ഗാലറിയും ഉൾക്കൊള്ളുന്ന സ്പേസ് തിയേറ്റർ, മോഷൻ സിമുലേറ്റർ, ആംഫി തിയേറ്റർ തുടങ്ങിയവയാണ് ആദ്യഘട്ടമായി സയൻസ് സിറ്റിയിൽ വിഭാവനം ചെയ്തിരുന്നത്. ഇതിൽ സ്പേസ് തിയേറ്റർ കെട്ടിടം, മോഷൻ സിമുലേറ്റർ കെട്ടിടം, ആംഫി തിയേറ്റർ, എൻട്രൻസ് പ്ലാസ കെട്ടിടം എന്നിവയുടെ നിർമ്മാണം 2014-15 തുടങ്ങിയെങ്കിലും വിവിധ കാരണങ്ങളാൽ നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. കോട്ടയം സയൻസ് സിറ്റിയുടെ മുടങ്ങിക്കിടന്ന പ്രവർത്തികൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി 2022 ഡിസംബർ 23 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കോട്ടയം സയൻസ് സിറ്റി സന്ദർശിക്കുകയും MP, MLA, മറ്റ് ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കുകയും നിർമ്മാണ പ്രവർത്തികൾ ത്വരിതപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തുകയും ഏജൻസികൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവഹണ ഏജൻസിയായ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് മ്യൂസിയം 22 മെയ് മാസം സയൻസ് സെൻറ്ററിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതോടൊപ്പം മോഷൻ സിമുലേറ്റർ കെട്ടിടം, ആംഫി തിയേറ്റർ, എൻട്രൻസ് പ്ലാസ കെട്ടിടം, പ്രവേശന കവാടങ്ങൾ എന്നിവയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫുഡ് കോർട്ട് കെട്ടിടം, വൈദ്യുതീകരണ പ്രവർത്തികൾ, ജലവിതരണ സംവിധാനങ്ങൾ എന്നിവയുടെ പണി പൂർത്തിയായി വരുന്നു. മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സ്പേസ് തിയേറ്റർ നിർമ്മാണം സ്തംഭനാവസ്ഥയിലായിരുന്നുവെങ്കിലും വിശദമായ ചർച്ചകൾക്കൊടുവിൽ മൈക്രോ കോൺക്രീറ്റിങ്ങിന് പകരമായി സാങ്കേതിക സമിതിയുടെ അനുമതിയോടുകൂടി ടെൻസിൽ ഫാബ്രിക് ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തിയാക്കാനായി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നിർവഹണ ഏജൻസിയായ HLL ഹൈറ്റ്സ് സ്പേസ് തിയേറ്റർ അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് പുതിയ
ദർഗാസ് ക്ഷണിക്കുന്നതിന് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ സ്ഥാപിക്കുവാനുള്ള പ്ലാനറ്റോറിയം ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജർമ്മൻ കമ്പനിയായ കാൾസീസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ നടന്നുവരികയാണ്. കോട്ടയം സയൻസ് സിറ്റിയുടെ ആദ്യഘട്ടമായി ഫൺ സയൻസ്, മറൈൻ ലൈഫ് ആൻഡ് സയൻസ്, എമർജിംഗ് ടെക്നോളജി എന്നീ ശാസ്ത്ര ഗാലറികളും ത്രിമാന തിയേറ്ററും വിവിധ വർക്ക്ഷോപ്പുകളും ഓഡിറ്റോറിയവും സയൻസ് പാർക്കും ദിനോസർ പാർക്കും ഉൾപ്പെട്ട സയൻസ് സെൻറ്റർ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിനായി ക്യാമ്പസിനുള്ളിലെ റോഡുകളുടെ നിർമ്മാണം, വൈദ്യുതീകരണം, ജലവിതരണ സംവിധാനം എന്നിവ കൂടിയാണ് പൂർത്തീകരിക്കേണ്ടത്. ഇതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പസിനുള്ളിലെ റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. വൈദ്യുതീകരണ പ്രവർത്തികളുടെ ചുമതല പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് നൽകിയിട്ടുള്ളത്. സയൻസ് സെൻറ്ററിലേക്കും അനുബന്ധ കെട്ടിടങ്ങളിലേക്കുമുള്ള ജലവിതരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സയൻസ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് തുടർച്ചയായി അവലോകന യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും സമയബന്ധിതമായി സയൻസ് സിറ്റി പൂർണ്ണമായും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതാണ്. ഇതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനായി ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുടെ യോഗം വീണ്ടും ചേരാവുന്നതാണ്.